ഓഡ് ആൻഡ് ഈവൻ ഫങ്ഷൻസ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇതിനെ ഓഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ വേണ്ടുന്ന പ്രത്യേകത, എഫ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിന് തുല്യമായിരിക്കണം. ഫംഗ്ഷനിലേക്ക് എക്സിന് പകരം മൈനസ് എക്സ് എന്ന് നമുക്ക് കൊടുത്തതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടണം? നെഗറ്റീവ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടണം. ആദ്യം ഉണ്ടായിരുന്ന ഫംഗ്ഷന്റെ നെഗറ്റീവ് ആൻസർ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഫംഗ്ഷനെ ഈവൻ ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഈവൻ ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ എഫ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കണം. എക്സിന് പകരം നെഗറ്റീവ് എക്സ് എന്ന് കൊടുക്കുമ്പോഴും ഫംഗ്ഷന് യാതൊരു വ്യത്യാസവും വരാൻ പാടില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കാം. എക്സിന്റെ ഓഡ് പവേഴ്സ് എക്സ്, എക്സ് ക്യൂബ്, എക്സ് റൈസ് 5 എക്സെട്ര. ഈ എക്സിന്റെ ഓഡ് പവേഴ്സ് എല്ലാം ഓഡ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ. ഓർക്കാൻ എളുപ്പമാണ്. എക്സിന്റെ ഓഡ് പവേഴ്സ് ഓഡ് ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആണ്. എന്താ കാര്യം? നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നെടുത്താൽ എഫ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ? ഇസ് ഈക്വൽ ടു നെഗറ്റീവിന്റെ ക്യൂബ് നെഗറ്റീവ് ആണ്, സോ ഇറ്റ് ഈസ് നെഗറ്റീവ് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ക്യൂബ് എന്ന് നമ്മൾ വിളിച്ചത്, എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചത് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ്, സോ ഇറ്റ് ഈസ് നെഗറ്റീവ് എഫ് ഓഫ് എക്സ്. ഓഡ് പവേഴ്സിനെല്ലാം ഇങ്ങനെ കിട്ടും. ആയതുകൊണ്ട് ഓഡ് പവേഴ്സ് എല്ലാം, എക്സിന്റെ ഓഡ് പവേഴ്സ് എല്ലാം ഓഡ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളിൽ നമുക്ക് പറയാവുന്ന എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സൈൻ എക്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, എക്സിന് മൈനസ് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് വരും. ദറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് നെഗറ്റീവ് എക്സ്, നെഗറ്റീവ് സൈൻ എക്സ് ആണെന്ന് അറിയാം, ഇസ് ഈക്വൽ ടു ആദ്യം ഉണ്ടായിരുന്ന ഫംഗ്ഷന്റെ നെഗറ്റീവ് കിട്ടി, നെഗറ്റീവ് എഫ് ഓഫ് എക്സ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷന് എക്സാമ്പിൾ ആണ്. ഇനി ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾസ് നോക്കാം. എക്സിന്റെ ഈവൻ പവേഴ്സ് എല്ലാം ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4, എക്സ് റൈസ് ടു 6 എക്സെട്ര. കോൺസ്റ്റന്റ് ഫംഗ്ഷൻസും ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. ഓൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ആർ ഈവൻ ഫംഗ്ഷൻസ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ സി എന്ന് എടുക്കുവാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ്, അത് എക്സിന് ഇൻഡിപെൻഡന്റ് ആണല്ലോ, ഫംഗ്ഷന്റെ വാല്യൂ എല്ലായ്പ്പോഴും സി ആണ്. എഫ് ഓഫ് മൈനസ് എക്സും സി തന്നെയാണ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ആണ്. അപ്പോൾ അത് ഈവൻ ഫംഗ്ഷനാണ്. സോ എവരി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. പിന്നെ എക്സിന്റെ ഈവൻ പവേഴ്സ് ഈവൻ ഫംഗ്ഷനാണ്. കാരണം നെഗറ്റീവ് നമ്പറിന്റെ ഈവൻ പവർ എടുക്കുമ്പോൾ നെഗറ്റീവ് അങ്ങ് പോകും, ആ ഫംഗ്ഷൻ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ആയതുകൊണ്ട് ഈവൻ പവേഴ്സ് എല്ലാം, എക്സിന്റെ ഈവൻ പവേഴ്സ് എല്ലാം ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളിലും എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് കോസ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം കോസ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെയാണ്. എക്സിന് മൈനസ് എക്സ് എന്ന് കൊടുത്താൽ കോസ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് വരും. കോസ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണെന്ന് അറിയാം. ഫംഗ്ഷന് മാറ്റം വരുന്നില്ല, അപ്പൊ അതും ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ട് ഈവൻ ഫംഗ്ഷനുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ആയിരിക്കും. ഈവൻ ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് എഫും ജിയും ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സും ഈവൻ ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഈവൻ ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ഈവൻ ആയിരിക്കും. ഓഡ് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റും ഈവൻ ആയിരിക്കും. കാരണം എഫ് ഓഫ് എക്സ് ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്നല്ലേ? ജിയും ഓഡ് ആണെങ്കിൽ, ജിയും ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ജി ഓഫ് എക്സ് എന്നല്ലേ? അപ്പൊ നമ്മളുടെ പ്രോഡക്റ്റ്, ഇവരുടെ പ്രോഡക്റ്റിനെ നമ്മളെ വിളിക്കുന്നിരിക്കട്ടെ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എക്സിന് മൈനസ് എക്സ് കൊടുത്ത് നോക്കാം. എച്ച് ഓഫ് മൈനസ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് മൈനസ് എക്സ് ഇൻറ്റു ജി ഓഫ് മൈനസ് എക്സ് എന്ന് വരും. ഈക്വൽസ് എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് മൈനസ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. പക്ഷെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി പോകും, അത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് തന്നെ തിരിച്ചു കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് തന്നെയാണ്. ആയതുകൊണ്ട് രണ്ട് ഓഡ് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ്
ഈവൻ ആയിരിക്കും. ഒരു ഓഡ് ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനോട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഓഡ് ആയിരിക്കും. ഓഡ് ഇൻറ്റു ഈവൻ, ഓഡ് ഇൻറ്റു ഈവൻ ഇസ് ഈക്വൽ ടു ഓഡ് ആയിരിക്കും. കാരണം എഫ് ഓഡ് ആണെന്നിരിക്കട്ടെ, ജി ഈവനും ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് നെഗറ്റീവ് എക്സ് നെഗറ്റീവ് എഫ് ഓഫ് എക്സ്, ജി ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ജി ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽസ് ജി ഓഫ് എക്സ് തന്നെ. പ്രോഡക്റ്റിനെ നമുക്ക് എച്ച് ഓഫ് എക്സ് എന്ന് വിളിക്കാം. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എന്നിട്ട് എച്ച് ഓഫ് നെഗറ്റീവ് എക്സ് കാണാം. എച്ച് ഓഫ് നെഗറ്റീവ് എക്സ്, എക്സിന് പകരം നെഗറ്റീവ് എക്സ് ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് നെഗറ്റീവ് എക്സ് ഇൻറ്റു ജി ഓഫ് നെഗറ്റീവ് എക്സ്. എഫ് ഓഫ് നെഗറ്റീവ് എക്സ് നെഗറ്റീവ് എഫ് ഓഫ് എക്സ് ആണ്, കാരണം എഫ് ഓഡ് ആണ്. ജി ഓഫ് നെഗറ്റീവ് എക്സ് ജി ഓഫ് എക്സ് തന്നെയാണ്, കാരണം ജി ഈവൻ ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരുന്നത്, അഗെയിൻ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിന് പകരം എച്ച് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ നെഗറ്റീവ് എച്ച് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ എച്ച് ഓഫ് നെഗറ്റീവ് എക്സ് കണ്ടപ്പം നെഗറ്റീവ് എച്ച് ഓഫ് എക്സ് ആണ് കിട്ടിയത്. സോ ഇത് ഓഡ് ഫംഗ്ഷനാണ്. അപ്പൊ എന്താണ്, ഓഡ് ഈവനൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് ആയിരിക്കും കിട്ടുക. അപ്പൊ അറിഞ്ഞിരിക്കണം, ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ ഫംഗ്ഷൻ തന്നെയാണ്, ഓഡ് ഇൻറ്റു ഓഡും ഈവൻ ഫംഗ്ഷൻ ആണ്. പക്ഷേ ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് തുടർന്നുള്ള എക്സാമ്പിൾസ് ചെയ്യാൻ വേണ്ടി ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ എളുപ്പമാണ്, അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി ഓഡ് ഫംഗ്ഷന്റെ ഈവൻ ഫംഗ്ഷന്റെ ഇന്റഗ്രൽസിന് ചില പ്രത്യേകതകളുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ, ലോവർ ലിമിറ്റ് നെഗറ്റീവ് എൽ, അപ്പർ ലിമിറ്റ് പോസിറ്റീവ് എൽ, ആ ടൈപ്പ് ഇന്റഗ്രൽ ആയിരിക്കണം, ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ വന്നാൽ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എൽ എന്ന് എഴുതാം. മൈനസ് എൽ ടു എല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ 0 ടു എല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡബിൾ എടുത്താൽ മതി. എപ്പോഴാ, ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ. ഇനി ഓഡ് ഫംഗ്ഷൻ ആകുമ്പോഴോ ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും, ഒന്നും ചെയ്യണ്ട, വാല്യൂ 0 ആയിരിക്കും ഇന്റഗ്രലിന്റെ. ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എന്നായിരിക്കണം, ആ ഒരു ഫോമിലായിരിക്കണം. ഓഡ് ഫംഗ്ഷൻ ആണ് അകത്ത് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ കുറച്ച് എളുപ്പം ഉണ്ടായിരിക്കും ഓഡ് ഈവനും ആണെന്ന് തിരിച്ചറിയുന്ന ചോദ്യങ്ങൾ.